ഞാൻ കർത്താവിനെ മഹത്വം കരയറ്റുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ചിന്തിച്ചു വരികയാണ്. ഈ ഒരു ലേഖനവും അതിന്റെ പശ്ചാത്തലവും ഈ സഭയുടെ അന്തരീക്ഷവും ഒക്കെ നമ്മൾ സെഷനുകളിൽ നോക്കുകയുണ്ടായി. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞു നിർത്തിയതിന് തുടർമാനമായിട്ട് ഈ പ്രഭാതത്തിൽ ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഒരു വലിയ അത്ഭുതമാണ്. സാധാരണഗതിയിൽ നമ്മൾ നോക്കിയാൽ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ചർച്ച് എസ്റ്റാബ്ലിഷ്ഡ് ബൈ അപ്പോസ്റ്റൽ പോൾ, ദേ ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദേ ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇതൊന്നും ഭംഗിവാക്കുകളല്ല. ആത്മാവിനാൽ നിറഞ്ഞവർ, പൗലോസിന്റെ ശിക്ഷണത്തിൽ ദൈവഭാഗത്തേക്ക് വന്ന് ശിഷ്യത്വത്തിൽ നയിക്കപ്പെട്ടവർ, 4-ാം അധ്യായം 6 ശരിക്കും പരിശുദ്ധാത്മാവുണ്ട്, അവർ മക്കളായി തീർന്നവർ. ഇവരെങ്ങനെ നാശം കൊയ്യും? അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കും? ജനുവിനല്ലായിരുന്നു ഇവരുടെ രക്ഷ. അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർക്ക്, ഒരു സമയത്ത് ആത്മനിറവുണ്ട് എന്ന് പറയുന്നവർ നശിക്കാനായി സാധ്യതയുണ്ടോ? അല്ല. ജീവിക്കുന്നു, ആത്മാവിനാൽ എനിക്ക് ജീവിതം കിട്ടിയെന്ന് പറയുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തൊരവസ്ഥ ഉണ്ടാകുമോ? 100% ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് സാധ്യതയുണ്ട് എന്നാണ്. ആത്മാവിൽ തുടങ്ങിയവർക്ക് ജഡത്തിൽ സമാപിക്കാം എന്ന് 3-ാമത്തെ വാക്യത്തിൽ കണ്ടു. 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, അത് നമ്മളിൽ നിന്നൊരു പാസീവ് റെസ്പോൺസ് അല്ല പ്രതീക്ഷിക്കുന്നത്. സ്നാനപ്പെടാനായി നമ്മൾ ഒരു ഡ്രസ്സ് കൂടെ കൊണ്ടുവന്നില്ലേ? നമ്മൾ നനഞ്ഞു കഴിയുമ്പോൾ മാറാൻ ഒരു ഡ്രസ്സ്. നമ്മൾ ആക്റ്റീവ് ആയിരുന്നു, നമ്മൾ ചിന്തിച്ചു സ്നാനത്തിൽ ഇത് നടക്കും, എനിക്ക് ഡ്രസ്സ് മാറണം. ഇതുപോലെ പാസീവ് ക്രിസ്ത്യൻ ലൈഫ് അല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മുമ്പിൽ കാണുന്നത്. ആൻ ആക്റ്റീവ് ക്രിസ്ത്യൻ ലൈഫ്. 3 ഡേറ്റ് കൊണ്ട് തീരുന്ന ക്രിസ്ത്യൻ ലൈഫ് അല്ല. ബർത്ത്, ബോൺ അഗെയിൻ, ബാപ്റ്റൈസ്ഡ്, സ്പിരിറ്റ് ഫിൽഡ് അല്ല അല്ല അല്ല. പൗലോസ് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് എല്ലാ ദിവസവും നടക്കണമെന്ന് പറയുന്നു. കാരണം വിശ്വാസികൾക്ക് ആത്മീക പോരാട്ടം ഇല്ലാതാകുന്നില്ല, കുറയുന്നില്ല, വർദ്ധിക്കുന്നതേ ഉള്ളൂ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട്. ഇന്നത്തെ ദിവസം എനിക്ക് ആത്മാവിൽ നിയോഗമുള്ളത് ആത്മീക പോരാട്ടത്തെ കുറിച്ച് സ്പർശിച്ച് ഈ ലേഖനത്തിൽ നിന്നും അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പലർക്കും സ്പിരിച്വൽ ബാറ്റിൽ എന്താണെന്ന് പോലും അറിയില്ല. അവർ ചിന്തിക്കുന്നത് അവരുടെ സമ്പത്തിനെതിരെ ഒരു പോരാട്ടം, അവരുടെ ആരോഗ്യത്തിനെതിരെ ഒരു പോരാട്ടം. ആത്മീക പോരാട്ടത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക മനുഷ്യനെതിരെയുള്ള പോരാട്ടമാ എന്ന് തിരിച്ചറിയുന്നേ ഇല്ല. നമ്മുടെ ജഡത്തിനോടുള്ള കാണുന്ന മണ്ഡലത്തിൽ നമ്മുടെ പ്രൊമോഷൻ കളയണം, നമ്മുടെ ഇമിഗ്രേഷൻ തടയണം. ഇങ്ങനെയാണ് ആത്മീയ പോരാട്ടത്തെ കണ്ടിരിക്കുന്നത്. ആ വാക്കിൽ തന്നെ ഇല്ലേ സ്പിരിച്വൽ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ? സ്പിരിച്വാലിറ്റിയിൽ മുമ്പോട്ട് പോകാൻ ഇരിക്കാനുള്ള ഒരു ബാറ്റിലാണിത്, സ്പിരിച്വൽ ബാറ്റിൽ. ഈ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബാറ്റിൽ. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ സമ്മതിക്കാത്തതാണ് ഈ ബാറ്റിൽ. കാരണം 5-17 പറയുന്നത് ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് വിപരീതമായിരിക്കുന്നു. ബാറ്റിൽ എന്താണ്? എന്റെ ആത്മാഭിലാഷത്തെ ഇല്ലാതാക്കണം. ആത്മാവിൽ നടക്കാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. നല്ലതായി ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ ഇടയ്ക്ക് കയറി അവരുടെ ആത്മീകത ഇല്ലാതാക്കുന്ന ദുരന്തമാണ് ആത്മീക പോരാട്ടത്തിൽ നടക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ഈ വാക്കുകൾ എത്രമാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. മാനുഷിക വാക്കുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ സെഷനിൽ കർത്താവ് നമ്മളെ ഉണർത്തും. ആത്മീക പോരാട്ടത്തിൽ ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്നവരാണ് നിങ്ങളെന്നും
നിങ്ങളുടെ ആത്മീക മനുഷ്യനെതിരെ, ആത്മീകതയ്ക്കെതിരെ, ആത്മാവിൽ നടക്കുന്നതിനെതിരെയാണ് പിശാചിന്റെ ഏറ്റവും വലിയ പോരാട്ടമെന്നും ദൈവമായ കർത്താവ് നമ്മളെ തിരിച്ചറിയിക്കട്ടെ. ഈ സെഷനിൽ ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു വെച്ചത്, ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് എന്ന 1-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 5-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ കണ്ടു. ക്രിസ്തുവിന്റെ കൃപയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണിത് ഇവർ. എന്ന് പറഞ്ഞാൽ എന്താ? ആ യേശു കർത്താവിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ രക്ഷണ്യ പ്രവൃത്തിയിൽ തന്റെ ദയ, മനസ്സലിവ്, സ്നേഹം, ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ദ ഗ്രേസ് ദാറ്റ് വാസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോ സെൽഫ് എംപ്റ്റിയിങ് ഗ്രേസ്, ഒഴിച്ചുവെച്ച കൃപ, മരണത്തോളം സഹിച്ച കൃപ. കൃപ എന്തിനാ ദൈവമക്കളെ? പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ ടു അക്കംപ്ലിഷ് ഗ്രേറ്റ് തിങ്സ് ഇൻ ലൈഫ്. ഏതെങ്കിലും ഒരു വലിയ ഉന്നത സ്ഥാനത്ത് വരുമ്പോൾ ഇതെല്ലാം കൃപയാണ്. Biblical understanding of grace is seen in Jesus. What is grace? Grace is to give up our rights and privileges. Grace is to empty ourselves. Grace is to make us humble. Grace is to make us say no to ungodliness, worldly passions. ഇതിനു വേണ്ടിയാ കൃപ പകർന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കൃപയിൽ വിളിക്കാൻ, ആ ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ വിട്ടെന്ന് പറഞ്ഞാൽ, കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി എന്ന് 5:4 പറയുന്നത്. 5:4 ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ചാപ്റ്റർ 5 വേഴ്സ് 4. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് നിങ്ങൾ വേർപെട്ടുപോയി. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചു, പക്ഷെ ഇപ്പൊ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലെന്ന് ഈ ആത്മനിറവുള്ളവെന്ന് പറയുന്നവർക്ക്, അൺബിലീവബിൾ. വീര്യപ്രവൃത്തി കണ്ടവർക്ക് ഇപ്പൊ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയെന്നോ? അന്യഭാഷ പറയുന്നവർ ഇപ്പൊ കൃപയിൽ നിന്ന് വീണു പോയെന്നോ? അങ്ങനാണെങ്കിൽ ദൈവമക്കളെ, നിങ്ങളിലും എന്നിലും വ്യാപരിക്കുന്ന കൃപയുടെ അളവ് അളക്കപ്പെടുന്നത് സാമ്പത്തിക മേന്മയിലോ സമൃദ്ധിയുടെ അനുഭവത്തിലോ അല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന ക്രിസ്തു സ്വഭാവത്തിലാണ് കൃപയെ അളക്കുന്നത്. The measure of grace in a person is not measured by what you possess, but it is by how much you are formed to the image and likeness of Jesus Christ. അത് വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ വീണുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ശേഷം മനുഷ്യരെ പോലെയാണ്. കൃപയുടെ തലത്തിൽ നിന്നും വീണുപോയാൽ നിങ്ങൾ അന്യോന്യം കടിക്കുകയും പോരിന് വിളിക്കുകയും ചെയ്യും. യു വിൽ ബി ലൈക്ക് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. വേൾഡ്ലി പാഷൻസ് എന്ന് പറയുന്ന ആ 5-ാം അധ്യായം 24 ക്രിസ്തുവിനുള്ളവർ ചെയ്യേണ്ടത്, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്, ജഡാഭിലാഷത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥയിൽ ആത്മീയ പോരാട്ടത്തിൽ സീറോ വന്ന് കൃപയിൽ നിന്ന് വീണ് യാതൊരുവിധ ക്രിസ്തു സ്വഭാവവും ഉള്ളിൽ വരുത്താതെയുള്ള ഒരു പ്രത്യേക അനുഭവം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരെ, ഈ കൂട്ടര് നല്ലവരായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു നിങ്ങളോട്, ഇവർ പൗലോസിനെ സ്വീകരിച്ചത് ദൈവദൂതനെ പോലെയാണ്. ക്രിസ്തുയേശുവിനെ പോലെയാണ് പൗലോസിനെ കൈക്കൊണ്ടതെന്ന് 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുയേശുവിനെ പോലെയാണ് ഇവർ സ്വീകരിച്ചത്. ഇവര് വില കൊടുത്തായിരുന്നോ? ഗുഡ് പീപ്പിൾ മാത്രമല്ല, ദേ പെയ്ഡ് ഹെവി പ്രൈസ് ടു ഫോളോ ക്രൈസ്റ്റ്. എങ്ങനെ അറിയാം? 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 3-ാം അധ്യായം 4-ാം വാക്യം. ഇത്രയെല്ലാം, നിങ്ങൾ ഇരിക്കുന്നിടത്ത് എന്നോടൊപ്പം ചേർന്ന് വായിച്ചേ. 3-ന്റെ 4-ാമത്തെ വാക്യം. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? വേദപണ്ഡിതന്മാർ പറയുന്ന ഈ വെറുതെ അനുഭവിച്ചോ എന്ന് പറയുന്നത്, പെർസിക്യൂഷനും ഉണ്ടായി ഇവർക്ക്. ലുസ്ത്രയിൽ പൗലോസിനെ എറിഞ്ഞ് താഴെയിട്ടില്ലേ? ആ കൂട്ടരാ ഇത് കേൾക്കുന്നത്. ലുസ്ത്രയിലെ ആളാണ് തിമത്തിയോസ്.
അവിടുത്തെ ബിലീവേഴ്സിന് അറിയാം. എന്തോ അറിയാം? വാട്ട് ഇറ്റ് മീൻസ് ടു ഫോളോ ക്രൈസ്റ്റ് ഈസ് ടു ടേക്ക് അപ്പ് ദ ക്രോസ് ഓൺ അവർ സെൽഫ്സ് എന്നവർക്കറിയാം. അവരുടെ പാസ്റ്ററിനെ എറിഞ്ഞ് താഴെയിട്ടു, അവർ പീഡിപ്പിക്കപ്പെട്ടു, ദുഷിക്കപ്പെട്ടു. ഇവര് വെറുതെയാണോ ഇതെല്ലാം സഹിച്ചതെന്ന് പൗലോസ് ചോദിക്കാൻ കാരണം, they suffered, they received Apostle Paul as an angel. നല്ല ആൾക്കാരാ. പ്രിയ ദൈവമക്കളെ, നമ്മൾ നല്ല ആൾക്കാരായി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ആത്മീകരായി മാറണം. ആത്മീകരും നല്ല ആൾക്കാര് എന്ന് മനുഷ്യർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഗലാത്യ ആൾക്കാരോട് ഒരു വാക്ക് പോലും നമുക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ തോന്നത്തില്ല. നല്ലായിട്ട് അനുഭവിച്ചവരാണവർ, കഷ്ടം അനുഭവിച്ചവരാണവർ. അവർ പൗലോസിനെ സ്വീകരിച്ചവരാണ്, അവർ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. എന്നാൽ അവരോടാ പറയുന്നത്, നിങ്ങൾ നാശം കൊയ്യും. ഈ നല്ല അനുഭവങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും യു ക്യാൻ മിസ് ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ഇതിന്റെ കാരണം എന്താ? ഇതിന്റെ കാരണം ഈ ലേഖനത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന, ആദ്യമുണ്ട് അവസാനമുണ്ട്, ഒരു വാക്കുണ്ട്. അതെന്താ നോക്കിയേ. 1-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ കാണാം. 5-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലും ആ വാക്ക് കാണാം. അത് കാണാതെ പോകരുത് ഈ പ്രഭാതത്തിൽ. 1-ന്റെ 7-ാമത്തെ വാക്യം, അത് വേറൊരു സുവിശേഷം എന്നല്ല. നിങ്ങൾ ഈ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണു, മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി. ഇതൊക്കെ എന്താണെന്നറിയാമോ? അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ, അടുത്ത വാക്ക് എന്താ? നിങ്ങളെ കലക്കി. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൺഫ്യൂഷൻ എന്നാണ്. യു ആർ കൺഫ്യൂസ്ഡ്. 5-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഇച്ഛിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ, അടുത്ത വാക്ക് എന്താ? നിങ്ങളെ കലക്കുന്നവൻ ആരായാലും. ഇവർക്ക് പറ്റിപ്പോയത് എന്താണെന്നറിയാമോ? കലക്കം വന്നു, കൺഫ്യൂഷൻ. They are good people, but they are confused. എന്തുവാ ആത്മീക പോരാട്ടം എന്ന് പറഞ്ഞാൽ? ഈ കൺഫ്യൂഷനിൽ കീഴ്പ്പെടാതിരിക്കുന്നതാ ആത്മീക പോരാട്ടത്തിലെ വിജയം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഒരു വശത്ത് നിന്നും പ്രകാശം നമ്മുടെ മേൽ അടിച്ചുകൊണ്ടിരിക്കുക. ജീവനുള്ള വചനം കർത്താവ് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. കൺഫ്യൂഷൻ ആരിലും ഉണ്ടാകാതെ ആത്മീക തലത്തിൽ ഒരു വിജയം ഇന്ന് പ്രഭാതത്തിൽ ആത്മീക പോരാട്ടത്തിൽ കർത്താവിന്റെ ദൈവം നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലേ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഫുൾ കൺഫ്യൂഷൻ. 3 ദിവസം ഞാനിത് കേട്ടു, പക്ഷെ എന്നാലും പറഞ്ഞ് പൊത്തൊരുത്തമായ ജീവിതത്തിലേക്ക് മടങ്ങി നമ്മൾ വീണ്ടും പോകും. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ ദൈവമക്കളെ? നമ്മളെ ആൾ മാറിയവരാക്കി തീർക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ഈ അടുത്ത ദിവസങ്ങളിൽ 2026 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതുവരെ നമ്മൾ ജീവിച്ചതുപോലെ അല്ല. നമ്മൾ പെന്തക്കോസ്തിൽ 4-ാം തലമുറയായിരിക്കാം, ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആൾ മാറിയവനെ പോലെ നമ്മളെ ആക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ദൈവത്തിന് നമ്മളിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ചൊരിയാനുള്ളത്. കലങ്ങേണ്ട ആവശ്യമില്ല. ഈ കലക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗലാത്യ ആൾക്കാർ കലങ്ങാൻ കാര്യം എന്താ? ഗലാത്യ ആൾക്കാർ കലങ്ങാൻ കാര്യം, ഈ മറ്റ് പ്രഭാഷണം നടത്തിയവർ, ഇവരെ കലക്കിയവർ അവിടെ വന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞു. അവര് പറഞ്ഞു, ന്യായപ്രമാണം ഇല്ലാതെ ശരിയും തെറ്റും നിങ്ങൾക്ക് എങ്ങനെ അറിയാനൊക്കും? പൗലോസ് എന്താ പറഞ്ഞത്? കർത്താവിനാൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു, വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. അതാണ് പൗലോസ് അവരോട് വിളിച്ചു പറഞ്ഞത്. 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലുണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യർ നീതീകരിക്കപ്പെടുന്നില്ല. പൗലോസ് പറയുക, ഇറ്റ്സ് നോട്ട് ബൈ ലോ, ഇറ്റ്സ് ബൈ ജീസസ്, ഇറ്റ്സ് ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ആൻഡ് ഗ്രേസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ജീസസ്. കൃപയാലാണ്, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ ആൾക്കാർ വന്ന് ഒരു ബൈബിൾ സ്റ്റഡി നടത്തി. അവര് പറഞ്ഞു, എന്തോ നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചത് യേശു മതി, യേശു മതി, കൃപ മതി, വിശ്വാസം മതി. എന്നിട്ട് അവർ ചോദിച്ചു, ആരാ ഈ ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തേ?
അവര് പറഞ്ഞു ദൈവമാ കൊടുത്തേ. ആരാ പറഞ്ഞത് ശബത്ത് ആചരിക്കണം? ആരാ പറഞ്ഞത് ഉത്സവങ്ങൾ, ഫീസ്റ്റ്, ഫെസ്റ്റിവൽ, പെസഹ, പെരുന്നാൾ? ആരാ ഈ നിയമങ്ങളൊക്കെ കൊടുത്തത്? അവിടെ ഇരുന്ന ചിലര് കലങ്ങി, കൺഫ്യൂഷൻ വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഈസ് എ മാൻ പ്ലീസർ. പൗലോസിനെ അറ്റാക്ക് ചെയ്തു. അവര് വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാ. നിങ്ങളോട് പൂർണ്ണ സുവിശേഷമല്ല പൗലോസ് പറഞ്ഞത്, നിങ്ങളോടൊരു പാർട്ടാ പൗലോസ് പറഞ്ഞത്. എന്തോ പാർട്ടാ പറഞ്ഞേ? രക്ഷിക്കപ്പെട്ടാ മതി, യേശു മതി, എനിക്ക് യേശു മതി, ആ സ്നേഹം മതി, ആ ജീവൻ മതി. ഇതൊക്കെ ഒരു ഭാഗമാ, ABCD സ്പിരിച്വൽ ലൈഫിന്റെ. ഇതിനപ്പുറത്തെ കാര്യമുണ്ട്. അപ്പുറത്തെ കാര്യം എന്താ? ന്യായപ്രമാണം അനുസരിക്കണം. ഓ, അപ്പൊ അവര് എന്തോ തോന്നിയെന്ന് പറഞ്ഞാൽ 4-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 4-ന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഇപ്പോഴോ, എന്നോടൊപ്പം ചേർന്ന് വായിച്ചോ കേട്ടോ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് വായിച്ചോ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക്, ഞാൻ എൻ്റെ ബൈബിളിൽ ഒരു ചുമന്ന മഷി കൊണ്ട് അടുത്ത വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ചുമന്ന മഷി കൊണ്ട്. എന്തെന്ന് പറഞ്ഞാൽ കാണണം അത്. തിരിഞ്ഞ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞിപ്പം? ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? എന്തോ ഈ അടിമപ്പെടുത്തതിന്റെ ലക്ഷണം അടുത്ത വാക്യത്തിലുണ്ട്. നിങ്ങൾ ദിവസവും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. പലരും ചിന്തിക്കുന്നത് ഇത് ബർത്ത്ഡേ കുറിച്ചാണെന്ന്. ഇത് ബർത്ത്ഡേ കുറിച്ചല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്, ഗലാത്യ ലേഖനം 4-10 എഴുതിയിട്ടുണ്ടല്ലോ, ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കരുത്, ബർത്ത്ഡേക്ക് സ്തോത്രം ചെയ്യരുത്. ഇത് ബർത്ത്ഡേ അല്ല, അത് അവരവരുടെ കൺവിക്ഷനോട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്നത് എന്താണെന്നറിയാമോ? പുതുതായി വിശ്വാസത്തിൽ വന്നവർ, അവരോട് പൗലോസ് പറഞ്ഞു, ആരിലാ നീതീകരണം ഇരിക്കുന്നത്? നിന്റെ പ്രവൃത്തിയല്ല, നീ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നതിലല്ല. നീ വിശ്വസിച്ചാൽ, യേശു കർത്താവിലുള്ള കൃപ നീ കണ്ടാൽ, നീ റെക്കൺസൈൽഡ് ആയി യേശുവിനെ നോക്കി നീ പിന്നെ ജീവിച്ചാ മതി. ആൾക്കാർ വന്ന് പറഞ്ഞു, അയ്യോ ഇത് നിങ്ങളെ കളിപ്പിച്ചതാ. യേശു മാത്രം കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. യേശുവിന്റെ കൂടെ നിയമം വേണം, ശബത്ത് വേണം, പെസഹ പെരുന്നാൾ വേണം, കൂടാര പെരുന്നാൾ വേണം, ആണ്ടുകളും മാസങ്ങളും ഒക്കെ വേണം. അപ്പൊ ഇവരെന്തോ പറ്റി? കൺഫ്യൂസ്ഡ് ആയി. 1-7 അവര് കലങ്ങിപ്പോയി, 5-10 അവര് കലങ്ങിപ്പോയി. കൃപയിൽ നിന്നും ക്രിസ്തുവിങ്കൽ നിന്നും ന്യായപ്രമാണത്തിന്റെ ഒരു നീതിയിലേക്ക് അവർ വഴുതുകയാണ്. ഇത് മാത്രമല്ല അവര് പറഞ്ഞത് കേട്ടോ. അവർ ആണ്ടുകളുടെയും മാസങ്ങളുടെയും കാര്യമല്ല പറഞ്ഞത്. വാസ്തവത്തിൽ അവരെന്താ, ഈ വെളിയിൽ നിന്ന് വന്ന ദുരുപദേഷ്ടാക്കന്മാർ ഇവരെ പഠിപ്പിക്കുന്നത്, അവര് ജൂയിഷ് ക്രിസ്ത്യൻസ് ഫ്രം ജെറുസലേം ആണെന്നാണ് പൊതുവെ കരുതുന്നത്. യഹൂദന്മാരാണ്, യെരുസലേമിൽ നിന്ന് വന്ന സുവിശേഷത്തോട് കൂട്ടിച്ചേർത്തവരാണ്. അവര് പറയുന്നത്, പൗലോസ് എന്ന പാസ്റ്റർ എല്ലാം കേട്ട് പോകരുതേ, നിങ്ങൾ നാശത്തിൽ ചെല്ലും, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം, ഞങ്ങൾ യെരുശലേമിൽ നിന്നാ വരുന്നത്. പൗലോസ് എവിടുന്നാ വരുന്നേ? പൗലോസിന് മെന്ററും ഇല്ല, പൗലോസിന് ക്രിഡൻഷ്യലും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ 1-1 എന്തിനാ പൗലോസ് അങ്ങനെ തുടങ്ങിയെന്ന്? നേരെ നമ്മൾ വായിച്ചതാ 1-1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ. എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാം? ഇവര് എന്ന് പറഞ്ഞു, ഒന്നും അറിയത്തില്ല പുള്ളിക്ക് അറിയാവുന്ന വിശ്വാസം അറിയാം, പുള്ളിക്ക് അറിയാവുന്ന കൃപ അറിയാം, ക്രിസ്തുവിനെ അറിയാം. ഇതൊന്നുമല്ല, ഇതിനപ്പുറം കാര്യങ്ങളുണ്ട്. ഇതിനപ്പുറം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിലൂടെയുള്ള ഒരു നീതിയിലേക്ക് നിങ്ങൾ വരണം. ദൈവമാണ് നമുക്ക് ന്യായപ്രമാണവും ഉത്സവങ്ങളും ആണ്ടുകളും ഒക്കെ തന്നത്. അവര് കലങ്ങിപ്പോയി. അവരിപ്പൊ പൗലോസിനെ നോക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് ഞങ്ങളുടെ അടുക്ക വന്നപ്പം ഞങ്ങൾ വെച്ച് വിളമ്പി ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ ആളിന് അത്ര അറിവില്ലായിരുന്നു. ആർക്കാ അറിവുള്ളത്? ഈ വന്നവര് പറഞ്ഞതാണ് കറക്റ്റ്. ഈ വന്നവര് പറഞ്ഞു, ആണ്ടുകളും കാലങ്ങളും അനുസരിക്കണം, കാരണം ഇതൊക്കെ ദൈവമാണ് കൊടുത്തത്.
പൗലോസ് പറയുക, ഒരു രാഗി വെച്ച വാള് പോലെ പൗലോസ് പറയുക, നിങ്ങൾ എങ്ങോട്ടായി തിരിയുന്നതെന്നറിയാമോ? ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിയാൻ പോവാ. ഇതറിയാതല്ല ഞാൻ വിളിച്ചു പറഞ്ഞത്. ക്രിസ്തുവിനകത്ത് എനിക്കുള്ള സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞിട്ടാ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് ക്രിസ്തു മാത്രം മതിയെന്ന് പറഞ്ഞത്. ഈ ബാലപാഠങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, ബാലപാഠങ്ങളിൽ പിടിക്കപ്പെട്ടിട്ട് അതിന്റെ അടിമയായി ഞാൻ ജീവിച്ചിട്ട് ജഡമോഹങ്ങൾ ക്രൂശിക്കാൻ എനിക്ക് കഴിയാതിരിക്കെ എന്നെ രക്ഷിച്ച യേശുവിലുള്ള സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞിട്ടാ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇതിനകത്തല്ല കാര്യം കൃപയിലും ക്രിസ്തുവിലും ആത്മാവിലും ആ കാര്യമെന്ന്. ഓ, ഈ പൗലോസ് ലേഖനം എഴുതിയിട്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ക്രിസ്ത്യാനിത്വം തന്നെ വേറൊരു കളറിൽ വന്നേനെന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ കളർ തന്നെ മാറിപ്പോയനെ. ക്രിസ്തു മാർഗക്കാരെ വേറൊരു തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ നോക്കിയപ്പോ പൗലോസ് പറയുക, ഇതൊന്നും അറിയാത്തവനല്ല ഞാൻ. എട്ടാം നാളിൽ ഞാൻ പരിച്ഛേദന ഏറ്റവനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, എബ്രാഹിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. പക്ഷേ ഇതിനൊന്നും എന്റെ ജഡത്തെ മരിപ്പിപ്പാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും ആത്മാവിലുള്ള വിടുതലും ഏറ്റെടുത്തിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. യേശു മതി, ക്രിസ്തു മതി, കൃപ മതി. നിങ്ങൾ ഇനിയും പോയി തല വെച്ചു കൊടുത്ത് നുകത്തിൽ അടിമപ്പെട്ടു പോകരുത് എന്ന് വെളിപ്പാടിലാ താൻ വിളിച്ചു പറഞ്ഞത്. സംശയമുണ്ടോ വെളിപ്പാടിലാന്നോന്ന്? 1-ാമത്തെ അധ്യായം ഒന്ന് നോക്കിക്കേ. 13-ാമത്തെ വാക്യം. ഓ, എന്റെ മനസ്സ്, എനിക്ക് ആ പൗലോസിന്റെ ഹൃദയവും മുഖവും നമ്മളാരും കണ്ടിട്ടില്ല എങ്കിലും ഞാനങ്ങ് ചിന്തിച്ചു പോവാ. 13-ാം വാക്യം നോക്കിക്കേ. നിങ്ങളെ ഈ കള്ളം പഠിപ്പിച്ചവരുണ്ടല്ലോ, പൗലോസ് പറയുക, യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം, അടുത്ത വാക്കെന്താ, ഞാൻ എരിവേറി, ഇവരെ പോലല്ല, ഞാൻ ഇവരെ കാട്ടിൽ, പൗലോസ് പറയാ, എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എന്നാ അടുത്ത വാക്യം പറയുക, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന, അവരെ വിളിച്ചത് കൃപയാലാണ്. പൗലോസ് പറയാ, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, എന്നെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ആ വിളിച്ച ജനനം മുതൽ എന്നെ വേർതിരിച്ച തന്റെ കൃപ, ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, ന്യായപ്രമാണത്തിൽ കിട്ടാത്ത ഒന്ന് പുത്രനിലൂടെ എനിക്ക് കിട്ടി എന്നുള്ള ബോധ്യത്തിലാ പൗലോസ് പറയുന്നത്. ഇതിനകത്തല്ല കുഞ്ഞുങ്ങളെ കാര്യം. കലക്കിയത് എന്തുവാ? കലക്കിയത് ആത്മാവെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ക്രിസ്തു, ആത്മാവ്, കൃപ നമുക്കൊരു ഒരു ചട്ടവും നിയമവും ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് ഉത്സവങ്ങളും ആചാരങ്ങളും. പൗലോസ് പറഞ്ഞേടാ, ഇതിന്റെ ചേട്ടനായിരുന്നു ഞാൻ, നിങ്ങളെക്കാട്ടിലെല്ലാം കൂടുതൽ പാരമ്പര്യത്തിൽ ഞാൻ ജീവിച്ചതാ. പക്ഷെ പുത്രനെ എന്നിൽ ഉരുവാക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോ ഞാൻ പിന്നെ ജഡരെ നോക്കിയേ, 16-ന്റെ 2-ാം ഭാഗം, എന്നിൽ വെളിപ്പെടുത്താൻ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല, ഞാൻ യെരുശലേമിൽ പോയി ചോദിച്ചില്ല, ഞാൻ ഈ കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിച്ചില്ല, ഞാൻ ആരോടും ആലോചിച്ചില്ല. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ ഞാൻ അറബിയയിൽ പോയി ദൈവം എന്നെ പഠിപ്പിച്ചു. യേശുവിനെ മാത്രം മതിയെന്നും കൃപ മാത്രം മതിയെന്നും ആത്മാവ് മാത്രം മതിയെന്നും യേശു എന്നെ പഠിപ്പിച്ചു എന്ന പൗലോസ് പറയുന്നത്. മനുഷ്യരാൽ അല്ല, മനുഷ്യരിൽ നിന്നുമല്ല. ഞാൻ പഠിച്ച സുവിശേഷം, 11-ാം വാക്യം, 1-11, സഹോദരന്മാരെ കാണുന്നുണ്ടോ? ഞാൻ അറിയിച്ച സുവിശേഷം, അടുത്ത എന്തുവാ? മനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ദൈവത്തിന് നിങ്ങളോട് ഏവരോടും ഇന്ന് പകൽ സംസാരിക്കാനുണ്ട്. മാനുഷികമായി പഠിച്ചൊന്നല്ല,
മാനുഷികമായി വീട്ടിൽ കണ്ടതല്ല, സംഘടനയിൽ കണ്ടതല്ല, അതിന്റെ നടുവിൽ നിന്നും വെളിപ്പാടോടൊരു കൂട്ടത്തെ ദൈവത്തിന് വേർതിരിക്കാനുണ്ട്. നിങ്ങളെ സഭയായി ദൈവത്തിന് എഴുന്നേൽപ്പിക്കാനുണ്ട്. മാനുഷിക കൽപ്പനകളുള്ള ഒരു കോൺഗ്രിഗേഷൻ ഞാൻ കാണിച്ചു തരാമെന്നല്ല, കൃപയുള്ള ഒരു കോൺഗ്രിഗേഷൻ ഞാൻ കാണിച്ചു തരാം, ആത്മശക്തിയുള്ള ഒരു കോൺഗ്രിഗേഷൻ ഞാൻ കാണിച്ചു തരാം. ആ സഭയിലോട്ട് ചെല്ല്, യേശു സ്വഭാവമുള്ളവരെ കാണാം. ആ സഭയിലോട്ട് ചെല്ല്, കുറെ ചട്ടങ്ങൾ കാണാമെന്നല്ല, ക്രിസ്തുവിനെ കാണാം ആ സഭയിൽ ചെന്നാൽ. കൃപ അനുഭവിക്കാം ആ സഭയിൽ ചെന്നാൽ. ആത്മശക്തി അനുഭവിക്കാം ഞാൻ ആ സഭയിൽ ചെന്നാൽ. മനസ്സിലാവുന്നവർ കൈയൊന്ന് ഉയർത്തിക്കേ. ഒരു നിമിഷം പ്രാർത്ഥിക്കണം എന്നോടൊപ്പം. ദൈവമേ, ഞങ്ങളെ കൂടിവരവായി അങ്ങനെ മാറ്റണമേ. ഈ പ്രദേശങ്ങളിൽ ഞങ്ങളെ കുറിച്ചുള്ള കേൾവി ഞങ്ങൾക്ക് കുറെ നിയമങ്ങൾ ഉണ്ടെന്നുള്ളതല്ല, ഞങ്ങൾക്ക് കുറെ പുറംചട്ടം ഉണ്ടെന്നുള്ളതല്ല. വെളിപ്പാടുള്ള കുറെ പേര് അവിടെ ഇരിപ്പുണ്ട്. അവരുടെ ചെന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം രോഗികളെ സൗഖ്യമാക്കും. അവരിടയിൽ ചെന്നാൽ ഭൂതങ്ങൾ, അശുദ്ധാത്മാക്കൾ വിരച്ച് ഓടിപ്പോകും. ആങ്സൈറ്റി കൊണ്ടും ഡിപ്രഷനും കൊണ്ടും ആ സഭയിലെ ഒരാരാധനയിൽ ചെന്നാൽ ദൈവം അവരെ സ്വാതന്ത്ര്യമാക്കും എന്നൊരു കേൾവി നിങ്ങളെ കുറിച്ച് കേൾപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി പിന്നെയും കൊണ്ട് തലവെച്ച് കൊടുക്കരുത് മാനുഷിക നിയമത്ത്. യേശുവിന്റെ അടുക്കലേക്ക് ഓടിവാ, കൃപയുടെ അടുക്കലേക്ക് ഓടിവാ, ആത്മാവിലേക്ക് ഓടിവാ. ഇവിടാണ് വിടുതൽ ഇരിക്കുന്നത്. ആത്മാവിലും കൃപയിലും ക്രിസ്തുവിലും മാത്രമേ വിടുതലുള്ളൂ. പാവം വിശ്വാസികൾ കലങ്ങിപ്പോയി. കാരണം ഈ പറയാൻ വന്നവരുണ്ടല്ലോ, ചെറിയ ആൾക്കാരല്ല പറയാൻ വന്നേ. പൗലോസിന്റെ ക്രെഡൻഷ്യൽ ഒന്നുമില്ല, ഫ്രഷറാണ്, ഫസ്റ്റ് മിഷൻ ജേണിയാ, പക്ഷെ വെളിപ്പാടുണ്ട്. ഞാൻ ഇതിനകത്തുനിന്നൊരു കാര്യം പറയട്ടെ, എക്കാലവും ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളവർ വലിയ ഗ്ലാമറും ക്രെഡൻഷ്യലും ഉള്ളവരല്ല. അവർക്ക് വലിയ വെളിപ്പാടുള്ളവരെയാ ദൈവം അന്വേഷിക്കുന്നത്. ഒരു ദാവീദ് ഉണ്ടായിരുന്നു, ഒരു പൗലോസ് ഉണ്ടായിരുന്നു, ഒരു പത്രോസ് ഉണ്ടായിരുന്നു. ഇവരൊന്നും മാനുഷികമായി ഈ യെരുശലേമിലെ പില്ലേഴ്സ്, യെരുശലേമിൽ ഉണ്ടായിരുന്ന വലിയ വലിയ ആൾക്കാരുടെ നടുവിലാണ് പൗലോസ് എന്ന വ്യക്തി, സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വ്യക്തി എഴുന്നേറ്റ് വരുന്നത്. നോക്കണം, ഇനി ഇവര് കൺഫ്യൂസ്ഡ് ആകാൻ കാര്യം എന്താണെന്നറിയോ? ഈ വെളിയിലുള്ളവർ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു. ശരിയാ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു, കൃപയൊക്കെ വന്നു, നിങ്ങൾക്ക് എന്തോ മാറ്റം ഉണ്ടായി ജീവിതത്തിൽ. ഇവരവരെ പഠിപ്പിച്ചു പോയി. ഒരു ബൈബിൾ ക്ലാസ് നമുക്ക് എടുക്കാം. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു യു? അപ്പൊ അവരെല്ലാരും ചിന്തിക്കാൻ തുടങ്ങി, ആരാ യേശു? സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, രാജാക്കന്മാരുടെ രാജാവാ. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു യു? ജേക്കപ്പച്ചാൻ അങ്ങോട്ട് നോക്കി, മാമച്ചാൻ ഇങ്ങോട്ട് നോക്കി, മത്തായിച്ചാൻ ഇങ്ങോട്ട് നോക്കി. എടാ, എന്തോ മാറ്റം ഉണ്ടായി. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരിയാ. അന്യഭാഷ പറയുന്നുണ്ട്, ശരിയാ. പക്ഷെ നമ്മുടെ സാമ്പത്തിക മേഖല നന്നായില്ലെന്നല്ല, തകർന്നു. കാരണം 3 എന്തോ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇത്രമാത്രം അനുഭവിച്ചു. അവര് ചോദിക്കുക, ദൈവം ഒരാളെ അനുഗ്രഹിച്ചതിന്റെ ലക്ഷണം എന്തോ ആവർത്തന പുസ്തകത്തിൽ 28-30 വരെ പറയുന്നേ. അവര് ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഈ ഗലാത്യയിലെ പുതിയ വിശ്വാസികൾ അവർ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ചാൽ സമൃദ്ധി കാണണം, സമൃദ്ധി. പൗലോസിന്റെ സുവിശേഷം കേട്ടിട്ട് എന്തേലും കിട്ടിയോ? സമൃദ്ധി ഉള്ളതൂടെ പോയല്ല ഉള്ളോ. അവര് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരണമെങ്കിൽ, നിങ്ങൾ ആദ്യം അബ്രഹാമിന്റെ മക്കളാകണം. അബ്രഹാമിന്റെ മക്കളായതിന്റെ ലക്ഷണം സ്തോത്രവും ഹല്ലേലൂയായും അല്ല. അബ്രഹാമിന്റെ മക്കളായതിന്റെ ലക്ഷണം പരിച്ഛേദനയാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണി നോക്കുക. ഇത് നമ്മുടെ പാസ്റ്റർ നമ്മളോട് പറഞ്ഞില്ലല്ലോ. നമ്മുടെ പാസ്റ്റർ എന്തോ പറഞ്ഞത്? സ്നാനപ്പെടണം. നമ്മുടെ പാസ്റ്റർ എന്തോ പറഞ്ഞത്? ആത്മനിറവിന്റെ ആത്മനിറവ് നിങ്ങളിൽ വന്നാൽ അതിന്റെ അർത്ഥം ദൈവം നിങ്ങളെ സ്വീകരിച്ചെന്നാ പറഞ്ഞത്. പക്ഷെ ഇവര് പറഞ്ഞു, സ്വീകരിച്ചില്ല. സ്വീകരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലേശം വരത്തില്ല. സ്വീകരിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പരാജയങ്ങൾ ഒന്നും വരത്തില്ല. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാകണം. അതിനുവേണ്ടി പരിച്ഛേദനയേക്കണം. 5-ന്റെ 2-ാം വാക്യം നോക്കി. ആദ്യം പറഞ്ഞു ചട്ടങ്ങൾ വേണമെന്ന്, ഒരു ചട്ടക്കൂട് വേണമെന്ന് പറഞ്ഞു. അതിനകത്താ വിടുതൽ എന്ന് പറഞ്ഞു. പൗലോസ് അത് പറയാ, നിങ്ങളെക്കാട്ടി കൂടുതൽ ചട്ടം എനിക്കറിയാം, പക്ഷെ ദൈവം എന്നെ വിടുവിച്ചതാ അതിനകത്ത് നിന്ന്. എന്നിട്ട് 5-ന്റെ 2-ാമത്തെ വാക്യം നോക്കി.
നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ. ഈ പൗലോസ് പരിച്ഛേദന ഏറ്റയാളാ, യഹൂദനാ, കറതീർന്ന യഹൂദനാണ്. പൗലോസ് ഈ ജാതികളായിട്ടുള്ള വിശ്വാസികളോട് പറയാ, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. ഓ, എന്തോ ക്ലാരിറ്റി അല്ലേ? അതോ ഇങ്ങനെ വഴുവഴുപ്പൻ? വെളിപ്പാടുള്ളവന് ക്ലാരിറ്റി കാണും എല്ലാറ്റിനെ കുറിച്ചും. 2026 കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ക്ലാരിറ്റി ഉണ്ടാകണം. അങ്ങനെയും ഇങ്ങനെയും ഇല്ലില്ല, അങ്ങനെ ഇല്ല, ഒരു ഗ്രേ ഏരിയ ഇല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ ആത്മനിറവുള്ളവന്. അല്ലെ ഇങ്ങനെ അല്ല, ഈ കാര്യമൊന്നും ബൈബിളിൽ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സുബോധം പോലെ നമുക്ക് ചെയ്യാം? ഇല്ല ഇല്ല ഇല്ല. ബൈബിളിൽ ചില കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും ഈ ബൈബിളിന് ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ഡിറക്ഷൻ ഉണ്ട്, ക്ലിയർ ആയിട്ട് കാണാനൊക്കും. കാലങ്ങൾ മാറുമ്പോഴും കൾച്ചർ മാറുമ്പോഴും മാറുന്നതല്ല തിരുവചനം. എല്ലാ കൾച്ചറിലും ആത്മീകന് ക്ലിയർ ആയിട്ട് കാണാം, ഇതാ ദൈവത്തിന്റെ ഹിതം, ഇതായിരിക്കുമെന്നല്ല. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. പരിച്ഛേദന അത്യാവശ്യമാണ് ദൈവത്തിന്റെ കുടുംബത്തിലാകണമെന്ന് പറഞ്ഞപ്പോ പൗലോസ് പറയുന്ന, ഞാൻ ഓർത്ത ഇതൊന്നും പറഞ്ഞ് ഇവരെ ആശയക്കുഴപ്പത്തിലാക്കണ്ടെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ ഇപ്പൊ ഇവര് വന്ന്, ഓക്കെ മക്കളെ, എന്നാ നിങ്ങള് നിയമങ്ങളും തുടങ്ങിക്കോ, നിങ്ങളിൽ നിയോഗമുള്ളവരൊക്കെ പരിച്ഛേദന വഴിയിലോട്ട് പൗലോസ് അതല്ല പറയുന്നേ. പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് 4-ാം വാക്യം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ നിങ്ങൾ പോയ ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾ വേർപെട്ടുപോയി. പൗലോസ് പറയുക, ഈ പരിച്ഛേദന അടയാളമായിട്ട് നിങ്ങൾ കരുതിയാൽ ദൈവം നിങ്ങളെ സ്വീകരിച്ചതിന്റെ അടയാളം വെളി കാണുന്ന ഒന്നല്ല. ദൈവം നിങ്ങളെ സ്വീകരിച്ചതിന്റെ അടയാളം മീശ അടിച്ചതല്ല, വെള്ളയിട്ടതല്ല, ചട്ടങ്ങളല്ല. ദൈവത്തിന്റെ കുടുംബത്തിൽ നിങ്ങൾ ആയതിന്റെ ലക്ഷണം ആത്മാവ് നിങ്ങളുടെ മേൽ വന്നതാണ്. അതിനൊരു അല്പം പോലും മാറ്റം പൗലോസ് വരുത്തുന്നില്ല. ആത്മാവ് ഉള്ളിൽ വന്നാൽ വെളിയിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഉള്ളിൽ മാറ്റമില്ലാതെ വെളിയിൽ സൗകര്യമുള്ള രണ്ട് നീതി കാണിച്ച് ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നവനാണെന്ന് കരുതിയാൽ നാശം കൊയ്യും അവസാനം. കൺഫ്യൂസ്ഡ്, ദേ ആർ കൺഫ്യൂസ്ഡ്. അവര് കൺഫ്യൂഷനായി. എന്തുവാ കൺഫ്യൂഷൻ? ചട്ടങ്ങളും നിയമങ്ങളും നമുക്ക് വേണ്ടേ? പൗലോസ് അതിനെ വിളിക്കുന്നത് ഇത് ബാലിശമായ, ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്കാണ് നിങ്ങൾ തിരിയാൻ പോകുന്നത്. ഓർത്തോണമെന്ന് പറയാ, നിങ്ങൾ തിരിയരുത് അങ്ങോട്ട്. എന്നിട്ട് അവര് വന്ന് പറഞ്ഞു, പരിച്ഛേദന വേണം, ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമാകുന്നതിന്റെ ലക്ഷണം അതാ. പൗലോസ് പറഞ്ഞു, എന്നാ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. എന്നിട്ട് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുക, ആത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചത് പരിച്ഛേദന ഉണ്ടായിട്ടാണോ അതോ വിശ്വസിച്ചോണ്ടാണോ? വിശ്വസിച്ചപ്പോ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നെങ്കിൽ ആത്മാവെന്ന അടയാളം കാണിക്കുന്നത് യു ആർ ഓൾറെഡി ഇൻ ഗോഡ്സ് ഫാമിലി, യു ആർ ഓൾറെഡി ബ്ലെസ്ഡ്. 3:14 ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അബ്രഹാമിന്റെ അനുഗ്രഹം. ഇതാര് പറഞ്ഞ വാക്കാ? ഇത് അവരെ കലക്കാൻ ഉപയോഗിച്ച വാക്ക് പൗലോസ് എടുത്ത് തിരിച്ചു പറയുക. ഇവരെ കലക്കാൻ വന്നവർ ഉപയോഗിച്ച പദമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം വേണ്ടേ വിശ്വാസികളെ? എന്നിട്ട് ഞങ്ങളെയൊക്കെ നോക്ക്, ഞങ്ങൾ യെരുശലേമിൽ നിന്ന് വരിക. ഗോഡ് ഹസ് ബ്ലെസ്ഡ് us so much, but look at you. പിസിദിയയിലെ അന്ത്യോക്യയിലുള്ളവരെ, പെർഗയിലുള്ളവരെ, പാഫോസിലുള്ളവരെ, ലുസ്ത്രയിലുള്ളവരെ, അയ്യോ നിങ്ങൾ എന്താ, നിങ്ങളൊന്ന് മെച്ചപ്പെട്ട് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണം. പൗലോസ് പറയുക, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. എന്തോ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നറിയാമോ? ആടുമാടുകളല്ല, ഈ സേവിക്കുന്ന ചേവകരല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം അബ്രഹാമിനോട് മുൻകൂട്ടി കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. വിശ്വസിച്ചാൽ നീതീകരിക്കപ്പെടാം. യു വിൽ ബി റൈറ്റ് വിത്ത് ഗോഡ്. ഈ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇതൊരു ക്ലാരിറ്റിയാ. അബ്രഹാമിന്റെ അനുഗ്രഹം കണ്ണിൽ കാണുന്നതും കൈകൊണ്ട് തൊടുന്നതും അല്ല. പൗലോസ് പറയുക, അബ്രഹാമിന്റെ അനുഗ്രഹം വിശുദ്ധനായ ദൈവത്തോട് സംബന്ധമുണ്ടായി വിശുദ്ധീകരിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട അവസ്ഥയാണ് അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ അടയാളമാണ് ആത്മാവിന്റെ നിറവ്. പരിച്ഛേദന വഴിയിലോട്ട് പോകരുത് എന്ന് പൗലോസ് പറയുക.
അപ്പോഴാ മൂന്നാമത്തെ കൺഫ്യൂഷൻ. ഒന്നാം കൺഫ്യൂഷൻ ചട്ടങ്ങൾ വേണം. പൗലോസ് പറയും ഇത് ബലഹീനവും ആദ്യ പാഠമാ, തിരിയല്ലേ. രണ്ടാമത്തെ കൺഫ്യൂഷൻ പരിച്ഛേദനയാണ് അടയാളം. പൗലോസ് പറഞ്ഞ അല്ല, ആത്മാവാണ് അടയാളം. മൂന്നാമത് പറയുക അല്ല, തെറ്റും ശരി അറിയണമെങ്കിൽ ന്യായപ്രമാണം വേണ്ടേ? ന്യായപ്രമാണത്തിലല്ലേ എഴുതിയിരിക്കുന്നത് തെറ്റ് ഏതാ ശരി ഏതാ? ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കും. ജനങ്ങൾക്ക് അറിയത്തില്ല എന്തോ ശരിയും തെറ്റുമെന്നും. അപ്പൊ പൗലോസ് ഇന്നത്തെ പോലെ കൺവിക്ഷൻ ഇല്ലാത്തവരാണെ പറയും ഞാനന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മളെല്ലാം നോക്കണമല്ലോ. ശരിയാ, ന്യായപ്രമാണത്തിന് നിങ്ങൾക്ക് ശരിയും തെറ്റും അറിയണമെങ്കിൽ വല്ലപ്പോഴും അത് മറിച്ച് നോക്കുന്നതിലൊന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ പൊതുവായി അങ്ങനെ പറഞ്ഞെന്നല്ല ഉള്ളോ. പൗലോസ് പറയുക 5:18 നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ അല്ല. കാരണം ന്യായപ്രമാണം നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്. പക്ഷെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഡോണ്ട് ലുക്ക് അറ്റ് എ വുമൺ ലസ്റ്റ്ഫുള്ളി. മ്ലേച്ഛമായ ചിന്ത കൊണ്ട് ഒരാളെ നോക്കുക പോലും ചെയ്യരുതെന്ന് ന്യായപ്രമാണത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ ഒക്കത്തില്ലത്. ന്യായപ്രമാണത്തിന് മാക്സിമം ചെയ്യാൻ ഒക്കുന്നത് ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറിയ. പക്ഷെ ആത്മാവിന് ചെയ്യാൻ ഒക്കുന്നത് ഡു നോട്ട് ലുക്ക് അറ്റ് എ വുമൺ ലസ്റ്റ്ഫുള്ളി. ന്യായപ്രമാണത്തിന് ചെയ്യാൻ ഒക്കുന്നത് കൊല ചെയ്യരുതെന്ന് പഠിപ്പിക്കും. ആത്മാവ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? പകയും പിണക്കവും ജാരശങ്കയും ദ്വന്ദ്വപക്ഷവും കൊലയൊന്നും ചെയ്യണ്ട. ഈ ഫീലിംഗ് അകത്തുള്ളപ്പോ തന്നെ നീ പരാജയപ്പെട്ടു എന്ന് ആത്മാവ് പഠിപ്പിക്കും. സ്പിരിറ്റ് വിൽ ഡീൽ വിത്ത് ദ റൂട്ട്. മൊസൈക് ലോ വാസ് ഡീലിംഗ് വിത്ത് ദ ഫ്രൂട്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മോശൈക ന്യായപ്രമാണം ചെയ്തത് ഈ ഈ നമ്മുടെ ഗാർഡനിൽ, വെജിറ്റബിൾ ഗാർഡനിൽ പോയി ഫ്രൂട്ട് വരിക. ഫ്രൂട്ട് എന്തോ ഫ്രൂട്ട് വന്നു? കൊല, മേർഡർ വന്നു. ന്യായപ്രമാണം വന്നൊരു സിസർ കൊണ്ട് അതിനെ മുറിക്കും. കൊല ചെയ്യരുതേ. പക്ഷെ കൊല ചെയ്യത്തില്ല. ഉള്ളിൽ എന്തോ ഉള്ളേ? ഉള്ളിൽ നീരസം, വാശി, പക. ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴേ ചില പറയുന്നത് എന്റെ പെരുവിരളേന്ന് കയറുക. ഞാൻ എന്തായാലും അങ്ങ് പറഞ്ഞു പോകും കേട്ടോ. ചെല്ല് പറയും ബൈബിൾ എന്റെ കയ്യിൽ ഇരിക്കുന്നില്ല, ഞാൻ ഇടം വരെ നോക്കത്തില്ല, എന്നെ വിറയ്ക്കുന്നെന്നൊക്കെയാ പറയുന്നത്. അതാ ന്യായപ്രമാണം. കൊല ചെയ്യത്തില്ല, പക്ഷെ അവനെ കൊല്ലാതെ കൊല്ലും. എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷെ ന്യായപ്രമാണത്തിന്റെ നീതിയിൽ ഐ എം ഓക്കെ, ഐ എം നോക്കെ. കാരണം എന്താ? ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ട്. പുറമേ ഉള്ള ഒരു ഭക്തിയുണ്ട്. പൗലോസ് പറയാ സഭയെ പുറമേയുള്ള ഈ ഭക്തിയിലോട്ട് പോയി തലവെച്ച് കൊടുക്കരുത്. ആത്മാവിനെ പ്രാപിച്ച നിങ്ങളിൽ ആത്മാവിന്റെ നീതി ഉണ്ടായാലേ ദൈവത്തിന്റെ രാജ്യം നിങ്ങളിലൂടെ മറ്റുള്ള ഒരാൾ കാണത്തുള്ളൂ. അല്ലെ അവർ കാണാൻ പോകുന്നത് കപട ഭക്തിയുടെ കൂട്ടത്തെയാ. മുഖ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും നമ്മള് ഇന്ന് കുറച്ച് ഈ ഹെവി ആയിട്ടുള്ളതായിരിക്കാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇവരെ വന്ന് കലക്കുകയാ. എന്തോ പറഞ്ഞോണ്ടാ കലക്കുന്നത്? ചട്ടങ്ങളും മാസങ്ങളും ഒക്കെ വേണം. പൗലോസ് പറയുക ഇത് ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പരിച്ഛേദനയേക്കണം. അതല്ലേ അടയാളം അബ്രഹാമിന്റെ കുടുംബത്തിലെ അനുഗ്രഹവുമെല്ലാം. പൗലോസ് പറയാ അല്ല, ക്രിസ്തുവിനെ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനമില്ല, ക്രിസ്തുവിന്റെ നീതീകരണമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പൗലോസ് പറയുക. എന്നിട്ട് പറയുക നീ ചട്ടങ്ങള് ന്യായപ്രമാണം ഇല്ലെങ്കിൽ ശരി തെറ്റ് എങ്ങനെ അറിയാം? പൗലോസ് പറയുക വ്യക്തമായി 5:18 ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറയുക. പൗലോസ് സമ്മർദ്ദിക്കുക. എന്തോ സമ്മർദ്ദിക്കുക? ആത്മാവ് മതി, ക്രിസ്തു മതി, യേശു മാത്രം മതി, വേറെ ഒന്നിലേക്ക് തിരിയരുത്, എക്സ്റ്റേണൽ റിലീജിയന്റെ പിടിയിലാകരുത്. ഇതാ പൗലോസ് പറയുന്നു. ഇന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് അബൌട്ട് എക്സ്റ്റേണൽ റിലീജിയൻ, ഇറ്റ്സ് അബൌട്ട് ആൻ ഇന്റേണൽ അഫെയർ. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഇതൊരു ബന്ധമാണ്. ആത്മമണവാളനുമായ യേശുവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ആത്മീയതയിൽ. ഉച്ചതിരുന്ന വേളയിൽ ഐ ആം എക്സൈറ്റഡ്, ലുക്കിംഗ് ഫോർവേഡ് ടു സ്പീക്ക് ടു മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ബാപ്റ്റിസത്തിന്റെ ക്ലാസ്സും കാര്യങ്ങളും. Are you taking or going to take baptism because it's part of a legalistic law? ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യാം. Oh no, no. It should be out of a relationship, out of love.
നിങ്ങളുടെ വിവാഹ ദിവസമാ വാസ്തവത്തിൽ ആ സ്നാന ദിവസം. യേശു മണവാളനുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയമാണ് ആ ദിവസം. ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് ഡേ. ഈ കൂട്ടുകാരെ എല്ലാം കൂടെ വിളിച്ച് ഐ ആം ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം, ഐ ആം ഗോയിങ് ടു ബി കമ്മിറ്റഡ് ടു ജീസസ്, ഹി ഈസ് മൈ ലവർ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ. എന്നാൽ മോശയിക ന്യായപ്രമാണത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ചെയ്യാം, ഇനി 2 വാക്ക് പറയണം, അതും ഞാൻ പറയാം, പിന്നെന്താ ടൈത്ത് കൊടുക്കണം, അതും ഞാൻ കൊടുക്കാം, ഐ എം ഓക്കെ. ഇതല്ല ക്രിസ്ത്യ ജീവിതം. പറയാനുള്ളത് എന്താണെന്നറിയാം? പ്രത്യേകമായിട്ടും 2 കാരണങ്ങളുണ്ട് ഇവര് കലങ്ങാൻ. 3 കാര്യങ്ങൾ ഇവരെ കാണിച്ചു, ഇവർ കലങ്ങി. ചട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു, പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞു, ന്യായപ്രമാണത്താലുള്ള ശരി തെറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇവർ കലങ്ങിപ്പോയി. പക്ഷേ അതാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും കലങ്ങുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് എ മാസ്റ്റർ പ്ലാൻ. നമ്മളത് തിരിച്ചറിയുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ ജോലിയോടുള്ള ബന്ധത്തിലും ഒക്കെ സംഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഇരുന്ന് പിന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇതൊരു കാൽക്കുലേറ്റഡ് പ്ലാൻ ആയിരുന്നെന്ന് തോന്നുന്നല്ലോ, അന്ന് ആ വ്യക്തി എന്നെ കണ്ടപ്പോ ഒരു സൂചന തന്നായിരുന്നല്ലോ. നമ്മൾ ഇങ്ങനെ അയവിറക്കത്തില്ലേ പുറമോട്ട്, 6 മാസം മുമ്പേ എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചായിരുന്നു. ശരിയാ, ചുമ്മാതല്ല അവൻ എന്നോട് അന്ന് ആ കോഫി ഷോപ്പിൽ നിന്നപ്പോ ഇങ്ങനെ പറഞ്ഞത്, ചുമ്മാതല്ലെന്ന മാനേജർ എന്നെ കണ്ടപ്പോ നിനക്ക് വല്ല കടമുണ്ടോ എന്ന് ചോദിച്ചത്. എന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി അന്നേ ഇവര് തീരുമാനിച്ചതാ. പൗലോസ് എന്തോ മനസ്സിലായെന്നറിയാമോ? ഈ കണക്കൂട്ടിയുള്ള ഒരു അക്രമം ഈ സഭയിലോട്ട് വന്നു. ആദ്യം ആരെ ആക്രമിച്ചു? പൗലോസിനെ ആക്രമിച്ചു. ക്രിഡൻഷ്യൽ ഇല്ല, ഒന്നുമില്ല, ഫ്രഷർ ആണ് പുള്ളി, പകുതി സുവിശേഷമാണ് പറഞ്ഞത്, പൗലോസിനെ ആക്രമിച്ചു. എന്നിട്ട് യഥാർത്ഥ സുവിശേഷം എന്താന്ന് അവര് 3 കാര്യങ്ങൾ വിളമ്പിക്കൊടുത്തു. ഇവര് കലങ്ങിപ്പോയി. പൗലോസ് 3:1 കേക്കണം, 2 കാരണങ്ങളുണ്ട് ഇവര് കലങ്ങാൻ. 3:1 നോക്കി എല്ലാരും, സ്പെഷ്യലി മൈ യങ് ഫ്രണ്ട്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. I am hoping that you all have your Bible with you. If you don't have your Bible, please grab one. It'll be somewhere around you. Open your Bible and look at Galatians chapter 3 and verse 1 with me. Why fake spirituality is thriving and growing everywhere. External spirituality, not inward transformation. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ 3:1 വാക്യത്തിൽ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഈ വാക്യത്തിൽ നിന്നും ആഴത്തിൽ ഇടപെടുകയുണ്ടായി. ഞാൻ വ്യക്തിപരമായി എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു, എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ വാക്യത്തിനകത്തൊരു വലിയ കാര്യം അടങ്ങിയിട്ടുണ്ട്, കാണാതെ പോകരുത്. ഫസ്റ്റ് കാര്യം പറയുന്നത് എന്താ? ബുദ്ധിയില്ലാത്ത. ആരുടെ റെസ്പോൺസിബിലിറ്റി അത്? എൻ്റെ. ഞാൻ പഠിക്കണമായിരുന്നു, ഞാൻ ദൈവവചനം മനസ്സിലാക്കണമായിരുന്നു. ഈ ഫൂളിഷ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ വാക്കിന്റെ അർത്ഥം മൂലപദത്തിൽ ഫെയിലിയർ ഓഫ് ഇന്റലക്ട്, അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ട്രൂത്ത്. ഗലാത്യ ആൾക്കാരെ ആരാ പഠിപ്പിച്ചത്? അപ്പോസ്തലനായ പൗലോസ്. അവരോട് പൗലോസ് ചോദിക്കുക, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഇറക്കിയപ്പം നിങ്ങളുടെ തലമണ്ടയിലൊന്നും ഇല്ലായിരുന്നോ? ബുദ്ധിയില്ലാത്തവരെ. My brothers and sisters, you have a responsibility to study your Bible. ഇതിന് പകരം വെക്കാൻ സൺഡേ സ്കൂൾ ടീച്ചറിനോ പാസ്റ്റർക്കോ ഗസ്റ്റ് പാസ്റ്റർക്കോ ആർക്കും കഴിയത്തില്ല. You have to make an effort to study what is there in this book. 3:3 ഇതേ ആശയം പറയാം. 3:1
ആ ബുദ്ധി ഇല്ലാത്തവരെ. 3:3 പറയുക, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ. പെന്റക്കോസ്റ്റലിസത്തിലുള്ള ഒരു വലിയ കാര്യം എന്താണെന്നറിയാമോ? ആന്റി ഇന്റലക്ച്വലിസം. എന്തോ ആന്റി ഇന്റലക്ച്വലിസം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. ചിലർ പറയുന്ന, ഞാൻ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. കണ്ണടച്ച് വിശ്വസിക്കരുത്, നിങ്ങൾ വലിയ കുഴി ചെന്ന് വീഴും. എന്തിനാ സ്നാനപ്പെടുന്നത്? കണ്ണ് തുറന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നാളെ ഒരാൾ ഒരു കാര്യം പറയുമ്പം, എന്നാ ഞാൻ ഒന്നുകൂടെ സ്നാനപ്പെട്ടേക്കാന്ന് പറയും. ഇല്ലേ നാളെ ഒരാൾ ഒരു കാര്യം പറയുമ്പം, എന്നാ ഞാൻ യേശു സ്നാനപ്പെട്ട കുളത്തിൽ ഒന്നുകൂടെ പോയി മുങ്ങാന്ന് പറയും. ഇതെന്തോന്ന് അറിയത്തില്ല. മനുഷ്യർ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആ കർത്താവ് എന്നോട് ശരിക്കും സംസാരിച്ചു. ആത്മാവിനെ അനുസരിച്ചാണ്, ജഡത്തിന്റെ എന്നിലുണ്ടെന്നേ ഒത്തിരി ഒത്തിരി കുറവുണ്ട് കർത്താവ്, എനിക്കൊരു അവസരം, ഇതൊക്കെ പറയും. വൈകിട്ടിരുന്നോണ്ട് അടുത്തൊരു റീല് കാണുമ്പോ ഇതുമുണ്ട്. ചില ആൾക്കാർക്ക് ഹേരോദിന്റെ ആത്മാവാ. ഒരു നിമിഷം പറയും യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം എന്തോ ആയിരുന്നു അല്ലേ, അടുത്ത നിമിഷം പറയും സലോമിയുടെ ഡാൻസ് നല്ലതായിരുന്നു. ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും അപകടകാരികൾ. അവർക്ക് ബുദ്ധിയില്ല. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ എന്ന് ചോദിച്ചാൽ വിവേചനമില്ല, വചനം അറിയത്തില്ല. ഇത് ഞാൻ ഭാരത്തോടെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഡു യു നോ യുവർ ബൈബിൾ? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ തിരുവചനത്തിൽ ശോധന ചെയ്യണമെന്നാണ്. അല്ല ഞാനൊരു പാസ്റ്ററായിട്ട് വന്നുകൊണ്ട് കണ്ണടച്ച് എന്നെ വിശ്വസിക്കരുത്. ബെറോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? പ്രവർത്തികളുടെ പുസ്തകം 17:11 അവർ പൗലോസ് പ്രസംഗിച്ചത് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്തു. അത് ആര് ചെയ്യണം? അവരവർ ചെയ്യണം. ഇതുകൊണ്ട് ആ മാതാപിതാക്കളോട് ഞാൻ പിന്നെയും പറയുന്നത്, ടീച്ച് യുവർ ചിൽഡ്രൻ ദ വേർഡ് ഓഫ് ഗോഡ്. Word of God is more important than learning chemistry. Word of God is more important than learning science or mathematics. Because if they don't know the word, they are going to fail in their Christian life. After taking baptism, after speaking in tongues, they can destroy themselves because they don't know. They are foolish. They don't know what is there in scriptures. കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നമ്മൾ ബൈബിൾ പഠിക്കാറുണ്ടോ? നിങ്ങളിൽ എത്ര പേര് തിരുവചനം പഠിക്കാൻ സമയം എടുക്കുന്നുണ്ട്? പിശാചിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണെന്നറിയോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ടെർമിനേഷൻ. നമ്മുടെ ബോസ് നേരത്തെ പ്ലാൻ ചെയ്തു, പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇങ്ങനെ തട്ടിയത്. ഇതുപോലെ പിശാച് നിങ്ങളെ രക്ഷിക്കപ്പെട്ട ദിവസമേ ഒരു പരിപാടിയുണ്ട്, നിങ്ങളെ വചനം വായിപ്പിക്കരുത്. പിന്നെ നിങ്ങളെ എന്തോ കേൾപ്പിക്കണം? റീല് കേൾപ്പിക്കണം. റീൽ. ചിലർ പറയുന്ന ഇതാ, പക്ഷേ ഞാന് ഈ ദിവസങ്ങളില് ട്രാഫിക് ഒക്കെ എനിക്ക് അനുഗ്രഹമാണ്. ട്രാഫിക് അനുഗ്രഹമാണോ? അതെന്തുവാ? ഞാൻ അങ്ങ് കേൾക്കും പാസ്റ്ററെ, ഞാൻ ഈ കാറിൽ ഓൺ ചെയ്ത് അങ്ങ് കേൾക്കുക. അയ്യോ, അങ്ങനെ കേട്ടോണ്ടിരിക്കാതെ വചനം തന്നെത്താനൊന്ന് വായിക്കണം. കാരണം പലത് കേൾക്കുന്നതും തെറ്റാ. തിരുവചനത്തിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനങ്ങളല്ല ഈ കേൾക്കുന്നത്, ജഡത്തെ കൊഴുപ്പിക്കുന്നതായി കേൾക്കുന്നത്. അവരവർ ദൈവവചനത്തിന്റെ മുമ്പിൽ വന്ന് എന്റെ കണ്ണിനെ തുറക്കണമേ. തിമിരം പോലെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എത്യോപ്യയിലെ ആ ഷണ്ണൻ ഫിലിപ്പോസ് ചോദിച്ചില്ല, നീ വായിക്കുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പറയാനുള്ളൊരു വിനയം. ആ സമയം ഒരു അത്ഭുതം ദൈവം ചെയ്യും. നിങ്ങളുടെ കണ്ണിനെ ദൈവം തുറക്കും ഈ അത്ഭുത കാര്യങ്ങൾ കാണാൻ. വിശ്വസിക്കുന്നുണ്ടോ? ബൈബിൾ ബോറിംഗ് ബുക്ക് അല്ല, ഇത് ഏറ്റവും എക്സൈറ്റിംഗ് ബുക്കാ. 2026 ദൈവം ചെയ്യാൻ പോവുക. തിരുവചനം തുറക്കുമ്പോ ന്യായപ്രമാണത്തിലെ അത്ഭുത കാര്യങ്ങൾ കാണാൻ വേണ്ടി ദൈവം കണ്ണു തുറക്കാൻ പോവുക. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇവർ ഈ കൊണ്ടിറക്കിയ ന്യായപ്രമാണം ഉണ്ടല്ലോ, എന്റെ കണ്ണ് ദൈവം തുറന്നതാ. ഇതിനകത്തല്ല നീതീകരണം, ഇതിനകത്തല്ല വിടുതൽ, ആത്മാവിലാണ് വിടുതൽ എന്ന് എന്റെ കണ്ണ് തുറന്നതാണെന്ന്. പ്രിയ ദൈവമക്കളെ, God wants to open your eyes, your spiritual eyes, to see the wonders in scriptures.
അങ്ങനെ ആകുമ്പം എല്ലാം പിന്നെ കേൾക്കാൻ തോന്നത്തില്ല. നമ്മള് ഈ എൻജോയ് ചെയ്തിരുന്ന ചിലത് നമുക്ക് ഡേർട്ടായിട്ട് തോന്നും, ട്രാഷ് ആയിട്ട് തോന്നും. ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടു. ദൈവം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അവരെന്താണെന്നറിയാമോ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയ? പാസ്റ്റർ, ഞാൻ എൻജോയ് ചെയ്തതാ ഈ പല കാര്യങ്ങളും, ഞാൻ സബ്സ്ക്രൈബും ചെയ്തതായിരുന്നു ആ സഭയുടെ, എനിക്കിപ്പോ കേൾക്കാൻ ഒക്കത്തില്ല പാസ്റ്റർ, എനിക്ക് വിരക്തി വരിക. ബൈബിളാണ് അവിടെയും പറയുന്നത്, പക്ഷെ ആത്മാവ് തുറന്നു. അത് തെറ്റാ സഹോദര, അത് തെറ്റാ സഹോദരി. എല്ലാം കേറി പിടിക്കുന്നതല്ല ആത്മീയത, വലിയ ദുരന്തമായി തീരും. എല്ലാം വിശ്വസിക്കുന്നതല്ല വിശ്വാസി, ദുരന്തമാണത്. എൻ്റെ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. വി ബിലീവ് എവ്രിതിങ് ബിക്കോസ് വി ആർ ബിലീവേഴ്സ് എന്ന്. അത് സത്യമാണ്. വി ബിലീവ് എവ്രിതിങ് ബിക്കോസ് വി ആർ ബിലീവേഴ്സ്. വിശ്വാസികൾ എല്ലാം വിശ്വസിക്കും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ പറയാം, പുള്ളി ഒരു ശുശ്രൂഷകനല്ലേ. എല്ലാരും ശുശ്രൂഷകരല്ല, ചിലര് സാത്താന്റെ ശുശ്രൂഷകരാ. ഞാൻ പറയുന്നതല്ല, പൗലോസ് പറഞ്ഞതാ. സാത്താൻ താനും അവന്റെ ശുശ്രൂഷകന്മാർ വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നു, പക്ഷെ ജഡത്തെയാണ് ജീർപ്പിക്കുന്നത്, ജഡത്തിൽ വിതയ്ക്കാനാണ് ഈ പഠിപ്പിക്കുന്നത്. പിശാജ് ബൈബിൾ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. ഇതാ പൗലോസ് പറയുന്നത്, ബുദ്ധിഹീനരാണോ നിങ്ങൾ? ബുദ്ധിയില്ലാത്തവരാണോ നിങ്ങൾ? ഞാൻ പഠിപ്പിച്ചതല്ലേ നിങ്ങളെ ബൈബിൾ. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഓർക്കണം, തിരുവചനത്തിൽ ഗ്രൗണ്ടഡും റൂട്ടഡും അല്ലെങ്കിൽ യു ആർ എ കാൻഡിഡേറ്റ് ഫോർ ഡിസ്ട്രക്ഷൻ. നശിക്കാനുള്ള ഒരു കാൻഡിഡേറ്റ് വളർന്നു വരിക. ഞാൻ ബൈബിൾ ഇത് സൺഡേ സ്കൂളിൽ ഞാൻ എല്ലാം മെമ്മറി വേഴ്സ് പഠിച്ചു. പോരാ പോരാ പോരാ, യു ഹാവ് ടു ഹാവ് എ പേഴ്സണൽ ടൈം സ്പെൻഡിങ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ആസ്കിംഗ് ദ ലോർഡ്, ഓപ്പൺ മൈ ഐസ്, ഐ വാണ്ട് ടു സീ, റീഡ്, അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. തീർന്നില്ല കേട്ടോ ആ വാക്യത്തിൽ. ഒന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. നിങ്ങൾ ബുദ്ധികെട്ടവരോ, നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരോ, നിങ്ങൾ പഠിക്കേണ്ടതായിരുന്നു ദൈവത്തിന്റെ വചനം. പഠിക്കണമോ? എന്തോ പറയുന്നേ? 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 15 ഞാൻ ഇതിനോട് ചേർന്ന് വായിച്ചോട്ടെ. ചിലക്ക് ഈ പഠിത്ത ദൈവത്തിന്റെ വചനം വായിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. ഓ, അതൊക്കെ എന്തുവാ പാസ്റ്ററെ, കേട്ടാലും പോരെ, കേട്ടാലും പോരാ, ഈ കേൾക്കുന്ന പലതും തെറ്റാ. 2 തിമോത്തി 2:15 എന്തോ പറയുന്നതെന്നറിയാം? നോയിക്കേ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ നീ ശ്രമിക്കുക. നീ ശ്രമിക്കണം. അത് അല്ല, പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ ഐ ഹാവ് ടു ട്രൈ, ഐ ഹാവ് ടു പുട്ട് ആൻ എഫേർട്ട്, ഐ ഹാവ് ടു സെറ്റ് aside time. I am not passive in this battle. I am active by separating my time of devotion. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിവോഷൻ ടൈം ഉണ്ടോ? വചനവുമായിട്ടിരിക്കുന്ന ഒരു ടൈം ദൈവസന്നിധിയിൽ. രണ്ടാമത്തെ കാരണം എന്തുകൊണ്ടാ ഈ കലക്കം വന്ന് നാശത്തിൽ വിതയ്ക്കേണ്ട വന്നതെന്നറിയാമോ? അതേ വാക്യത്തിലുണ്ട്. അതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയത് ഇന്ന് പകൽ നിങ്ങളോട് പറയാനായി. 3:1 നോക്കിയേ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, അത് അവരുടെ പ്രശ്നമാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവരായ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? വേദപണ്ഡിതന്മാരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവരെ ഈ കലക്കത്തിലേക്ക് നയിച്ചത് ഇവരുടെ അജ്ഞത മാത്രമല്ല, ഒരു ദുരാത്മശക്തി ഇവരിൽ പ്രബലപ്പെട്ടു വന്നു. ഒരു മന്ത്രവാദിയുടെ മന്ത്രം ഫലിക്കുന്നത് പോലെയാ ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ വചനം ഇവരുടെ മേൽ വന്ന് പതിച്ചത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു വശത്ത് എന്റെ അജ്ഞത, മറുവശത്ത് പൈശാചിക ഇൻഫ്ലുവൻസ്. ഈ രണ്ടൂടെ വന്നാൽ ആത്മീയത ദുരന്തമായി മാറും. ഓ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് പറഞ്ഞാൽ പൗലോസ് പറയാ, പൗലോസ് അത് ഉൾക്കൊള്ളാൻ വയ്യ.
ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നിങ്ങൾ ദൂതനെ പോലല്ലേ എന്നെ സ്വീകരിച്ച്? നിങ്ങൾ ഇത്രമാത്രം സഹിച്ചില്ലേ കർത്താവിന് വേണ്ടി? നിങ്ങൾ എങ്ങനെ ക്രിസ്തുവിനെ വിട്ടുപോയി? ഇത് വേറൊന്നുമല്ല, ഏതോ മന്ത്രവാദ ശക്തി നിങ്ങളുടെ മേൽ വന്നതാണ്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. മാതാപിതാക്കളെ, ആ യേശു കർത്താവിന്റെ രക്തത്താൽ നിങ്ങളുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കണം ഈ അടുത്ത വരുന്ന വർഷം. ഇല്ല, ഈ ക്ഷുദ്രം ചെയ്ത് മയങ്ങിയതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ മയക്കം ഉണ്ടാവും. ദൈവവചന സമയത്ത്, ശുശ്രൂഷയുടെ സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം ഉറങ്ങാം, മനസ്സിലാക്കാം. ചിലപ്പോ തലേ രാത്രി ഉറങ്ങി കാണത്തില്ല, അല്ലെങ്കിൽ ഫുൾ ഡേ 8 hours or 9 hours you were working, you are busy. പക്ഷേ every time you sleep there is something seriously wrong with your spiritual life. പലർക്കും പാട്ടിന്റെ സമയത്ത് they are excited, അവർ കൈയടിക്കും, അന്യഭാഷ പറഞ്ഞ ഭയങ്കര വിടുതല. ദൈവവചനം തുറന്നോ ഒരു വലിയൊരു കോട്ടുവാ. ആ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ എത്രമാത്രം നിരുത്സാഹപ്പെടുത്താമോ, കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നു, കൈ ഇങ്ങനെ വെച്ച് കാണിക്കുന്നു. ഇത് വേണ്ട, ഇത് തികട്ടുക. ഈ അവസ്ഥ മാറാൻ പോകുന്നു. ഒന്നിയിൽ ഗുണപ്പെടും, അല്ലെങ്കിൽ വെളിയിലാകും. കാരണം ദൈവസഭയെ ദൈവം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആ തലത്തിൽ ക്ഷുദ്രം ചെയ്ത മയക്കത്തിന് സ്ഥാനമില്ല, അവിടെ ആത്മാവിനെ സ്ഥാനമുള്ളൂ. വെളിച്ചം അടിക്കുന്നിടത്ത് ഇരുളിന് പിന്നെ ഇരിക്കാൻ ഒക്കത്തില്ല. ക്ഷുദ്രം ചെയ്ത് മയങ്ങിയതുപോലെ പിന്നെ നിനക്ക് വന്നിരിക്കാൻ ഒക്കത്തില്ല. വചനം പ്രകാശിക്കും, വചനത്തിന്റെ വെളിച്ചം അടിക്കും, ഇരുൾ നീങ്ങിപ്പോകും. ഒന്നിയിൽ നീക്കപ്പെടും, അല്ലെങ്കിൽ ഗുണപ്പെടും. ഒന്നിയിൽ വചനം പഠിക്കും, മയങ്ങുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേക്കും. ഇല്ലെങ്കിൽ ഈ രണ്ട് കാര്യം നാശത്തിൽ കൊണ്ടെത്തിക്കും. നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കി, ഒന്നും മനസ്സിലാകുന്നില്ല. കയ്യെ തൊട്ട് തലയെ തൊട്ട് പറയാ, സഹോദര നീ മാനസാന്തരപ്പെടണം. എന്നാലും പുറമോട്ട് തിരിഞ്ഞിരിക്കുക, എനിക്ക് ഒന്ന് പാസ്റ്റർ കൈവയ്ക്കാൻ ആഗ്രഹിച്ച പുറകിലുള്ളവനോടാ. നീ മയങ്ങിയിരിക്കുക സഹോദര. ഇത് ഒരാള് വന്ന് തോളത്ത് കൈവച്ച് മാനസാന്തരപ്പെടും സഹോദര. യു ആർ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റേണൽ റിലീജിയൻ ചേഞ്ച്, ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ വേണം. ആള് പുറമോട്ട് തിരിഞ്ഞു നോക്കിയായി, ഇന്ന ആളിത് കേൾക്കേണ്ടതായിരുന്നു, ആ പുള്ളി ഇന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ സൂം ലിങ്ക് പുള്ളിക്കൂടെ ഒന്ന് അയച്ചു കൊടുക്കണേ, ഇത് വേറെ ആർക്കുമല്ല സഹോദര, നിങ്ങൾക്കുള്ളതാണ്. ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ മയക്കിയത് ആരാ? ഇത്ര ബുദ്ധി കെട്ടവരോ എന്ന് പറഞ്ഞാൽ, യു ആർ നോട്ട് സ്റ്റഡിങ് ദ വേൾഡ് and you are now under the influence of evil forces. How can you understand the word of God? പൗലോസ് എന്താണെന്നറിയാമോ ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതാൻ കാര്യം? പൗലോസിന് മനസ്സിലായി, എന്റെ വിശുദ്ധമായ സഭയിൽ അശുദ്ധമായതൊന്ന് കേറി. ആത്മാവ് നിൽക്കേണ്ടിടത്ത് ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ പൈശാചിക ഒരു ഇൻഫ്ലുവൻസ് കേറി. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കണം. എന്റെ കുടുംബത്തിൽ, വിശുദ്ധമായ കുടുംബത്തിൽ, ദൈവത്തിന്റെ നിർമ്മലതയിലും വിശുദ്ധിയിലും വളരേണ്ട കുടുംബത്തിൽ ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ ഒരു ശക്തിയെ ഞാൻ കേറ്റത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് അതിന്റെ മേൽ വിടുതൽ തരും. കാരണം ദൈവമാണ് ഈ വചനം നമ്മളെ കേൾപ്പിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ദൈവമേ, വിശുദ്ധമായി വിളിക്കപ്പെട്ട എന്റെ കുടുംബത്തെ, നിഷ്കളങ്കമായി വളരുന്ന എന്റെ കുഞ്ഞുങ്ങളെ, അവരെ, അവരുടെ ഉള്ളിനെ മയക്കാൻ വേണ്ടി ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ജീവനോടിരിക്കുമ്പോ ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനയിൽ പോരാടാൻ പോവുകയാണ്. ഞാൻ ഒരു വലിയ തീമതിൽ എന്റെ കുടുംബത്തിന് ചുറ്റിനും വെക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ ഒരു മതിൽ, വചനത്തിന്റെ ഒരു മതിൽ. ബുദ്ധി കെട്ടവനായി എന്റെ കുഞ്ഞ് മാറാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ അവനെ ബൈബിൾ പഠിപ്പിക്കും, ഞാൻ അവനെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നയിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ സമയം പ്രാർത്ഥിക്കുന്നവർക്ക് ഈ വചനം ഇന്ന് ജീവനായി ഇറങ്ങി വരണമേ. അങ്ങാണ് ഈ വചനം അടിയന്റെ ഹൃദയത്തിൽ ഇന്ന് പകൽ പ്രകാശിപ്പിച്ചതെങ്കിൽ ക്ഷുദ്രമോ ആഭിചാരമോ മന്ത്രവാദമോ അതിന്റെ ഇമ്പാക്ട് പോലെ യഥാർത്ഥ ആത്മീകതയിൽ നിന്നും ആളിനും പിടികിട്ടാത്ത അവസ്ഥയെ മാറ്റി ഒരു വലിയ എൻകൗണ്ടർ, ഉള്ളിനെ തുറക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഹൃദയങ്ങളിൽ വ്യാപരിക്കണമേ. ബുദ്ധികെട്ടവരോ എന്ന ചോദ്യത്തിനപ്പുറം
പണിയപ്പെടുന്നവൻ എന്നൊരു പേര് ആ വ്യക്തിയെ കുറിച്ച് കേൾക്കണമേ. കർത്താവേ, സഭയുടെ ദിശ മാറിയപ്പോ ആത്മാവിൽ തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ, ഇന്നത്തെ ദിവസം ചർച്ച് ഓഫ് ഗോഡ് ദുബായിൽ ഞങ്ങളെ ഇത് കേൾപ്പിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ഹിതമാണ്. ഒരൽപ്പം മാറിയപ്പോഴേ പൗലോസ് പറയുന്നു, ഇല്ല, ആ വഴി പോകരുത്, ഇത് നാശമാണ്, ഇത് ബന്ധനമാണ്. ബന്ധനത്തെ തിരിച്ചറിയാൻ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. ഹൃദയങ്ങളിൽ, കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ ബന്ധനത്തിന്റെ അമിക്കയറുകൾ വന്ന് വീഴുന്നത് ആത്മാവിൽ തിരിച്ചറിയുവാൻ, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള ആത്മബലം പകരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഈ വചനത്തിന്റെ ഒരു ക്രിയ ഞങ്ങളിൽ ചെയ്യണമേ. അതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.